ഭാര്യയും മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറിച്ച് എല്ലാവരും രക്ഷപ്പെടണം. അൽആമിറൂന ബിൽ മഅറൂഫ്, അതിനെന്ത് വേണം? ഞാൻ ശരിയാണെന്ന് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം, നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കണം. വന്നഹൂന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം. അങ്ങനെ ഞാൻ ചീത്ത കാര്യങ്ങൾ വിരോധിക്കുമ്പോ പലർക്കും ഇഷ്ടപ്പെടില്ല, പലരും കൊത്തിവലിക്കും. ചിലപ്പോൾ അതേ നേർക്കുനേരെ കൊത്തിവലിക്കും, ചിലപ്പോൾ സ്റ്റേജ് വന്ന് കൊത്തിവലിക്കും, ചാനലുകളിലായിരിക്കും, ചിലപ്പോൾ പത്രങ്ങളിലായിരിക്കും. അവിടെയൊന്നും അതാ എനിക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അൽആമിറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നവർ, അത് എന്റെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ നിർവഹിക്കുന്നത് എനിക്കത് അറിവും കഴിവും തന്ന റബ്ബിനേക്കാൾ, ലോകത്തിന്റെ മുഴുവൻ ഭരണാധികാരിയാകുന്നതിനേക്കാൾ, ലോകത്തുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ഞാൻ കാരണമായി ഒരു മനുഷ്യൻ സന്മാർഗത്തിലായാൽ ആ ഒരു നല്ല ചിന്തയിൽ സൗമ്യമായ ഭാഷയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അൽആമിറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുന്നവർ, വനഹൂന അനിൽ മുൻകർ. അതേ മദ്യപാനത്തിനെതിരെ പ്രസംഗിച്ചാൽ കുറച്ച് മദ്യപാനികൾ എതിരായാലോ, പലിശക്കെതിരെ പ്രസംഗിച്ചാൽ പലിശ ഏർപ്പാടുമായി നടക്കുന്നവർ കുറെ ആളുകൾ എതിരായാലോ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവല സാധാരണ മനുഷ്യരാണെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുമ്പോൾ അതിലേറെ പറഞ്ഞാൽ ജമാഅത്തുകാർക്ക് എതിരാവില്ലേ? അവരെതിരായി ഇവിടെ എന്ത് വരാനാ? കൊടുക്കുന്നവരും തടയുന്നവരും അല്ലാഹു മാത്രമാണ് എന്നല്ലേ നമ്മൾ വിശ്വസിച്ചത്? ആരാണ് ഇവിടെ എതിര്? ആരാണ് ഇവിടെ അനുകൂലം?